അല്ല, ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മൾ അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, ഗുരുജി പറഞ്ഞ പെൺകുട്ടി, ഇയാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നല്. പണ്ട് കളരിക്കൽ കുടുംബത്തിനെ ശപിച്ചുപോയൊരു തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകളെ ഇയാൾക്ക് അറിയുകയും ചെയ്യാം. ആ പരമ്പരയിൽ ഇപ്പോ ഒരുപാട് കുടുംബങ്ങളൊന്നും ഇല്ല, ഒന്നോ രണ്ടോ കൂട്ടരുണ്ട്. ഒരു കൂട്ടര് ബാംഗ്ലൂരിലോ മറ്റോ ആണ്, വേറൊരു കൂട്ടര് ചെങ്ങന്നൂരിനടുത്തുണ്ട്. പിന്നെ വലിയ തറവാടായതുകൊണ്ട് ശാഖകൾ പിരിഞ്ഞ് പല വഴിക്ക് പോയിട്ടുണ്ടാവും. നാഗപൂജകളുമായി ബന്ധമുള്ള കുട്ടി ഇരട്ടകളിൽ ഒരാളാ. അതാണ് ഗുരുജി പറഞ്ഞ ലക്ഷണം. കുലം ആ തിരുമേനിയുടേതും. തിരക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ തനിക്ക്? ഞാൻ ശ്രമിക്കാം. ആവശ്യം പറഞ്ഞപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. എങ്കിലൊന്ന് ശ്രമിക്കുക. കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. അതിനെക്കുറിച്ച് അമ്മ പേടിക്കണ്ട, ആള് വിശ്വസ്തനാ. ആ, എങ്കിലിവിടെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. അയ്യപ്പ, ചോദിച്ചറിയുന്ന കൂട്ടത്തില് ആ ബ്രാഹ്മണ കുടുംബത്തിന്റെ തകർച്ച മുതൽ ചോദിച്ചറിയണം. പിന്നെ തിരയുമ്പോ സമ്പന്നന്മാരെ മാത്രമായിട്ട് തിരയണ്ട, തറവാട്ടിൽ നിന്ന് ഇറങ്ങിയവരും ചിലപ്പോ പാവപ്പെട്ടവരാവാലോ. ഞാൻ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തോളാം. അയ്യപ്പൻ ഇത് വെച്ചോ. അയ്യോ, അതൊന്നും വേണ്ട. യാത്രയല്ലേ, ഇക്കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്ന ചെലവുണ്ടാവില്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കാമെങ്കിൽ ഇതല്ല, കൈ നിറച്ച് പൊന്നും പണവും തന്നെ തരാം. പൊന്നും പണവും ഒന്നും മോഹിച്ചിട്ടല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ തേടി പിടിക്കാം. എങ്കിൽ അയ്യപ്പൻ നടന്നോളൂ. ശരി അമ്മേ. അയാളുടെ ആത്മവിശ്വാസം കണ്ടിട്ട് തേടി പിടിക്കും തന്നെയാ തോന്നുന്നത്. ആർത്തിയില്ലാത്തവനാ, ആ സംസാരം കേട്ടാൽ അറിയാം. അയാൾക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റട്ടെ. ഏതവസ്ഥയിൽ ഉള്ളവളാണെങ്കിലും എത്ര പാവപ്പെട്ടവരായാലും കുഴപ്പമില്ല, അവളായിരിക്കും നവീന്റെ വധു. അതോടെ തീരട്ടെ എല്ലാ ശാപങ്ങളും. നമുക്ക് പ്രാർത്ഥിക്കാമേ, ഈശ്വരന്മാര് അയാൾക്ക് വഴികാട്ടട്ടെ. അവള് കാണിക്കട്ടെ. ഫുഡ് എടുത്തു. ഇനി കാണട്ടെ. എന്താടി ഇപ്പൊ നിനക്ക് സംസാരിക്കാനൊന്നുമില്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഗാഥ ശ്രീനിവാസൻ ആരാണെന്ന്? ഗാഥ ശ്രീനിവാസന്റെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന്? എന്താടി ചെയ്യാത്ത? ചെയ്യാം.
ചപ്പാത്തിയോ? ഇത്രയുള്ളൂ? ഞങ്ങള് കൈകൊണ്ട് വാരി കഴിക്കുന്നതേ അതാണ് സ്വാദ് എന്ന് അറിയാവുന്നതുകൊണ്ടാ. ഈ കൊത്തിയും കുറച്ചൊക്കെ കഴിക്കുന്നത് ഒന്ന് ശ്രമിച്ചാ ആരെക്കൊണ്ടും പറ്റും. അല്ലാതെ ഇത് വലിയ മാന്ത്രിക വിദ്യയൊന്നും അല്ല. അടിച്ചിരിക്കുന്നേ. മമ്മി, ഇവളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്തു പോവും. ഒരു കാര്യം നേരെ ചുവേ കാണിച്ചു എന്ന് കരുതി ഒരുപാട് അങ്ങ് അഹങ്കരിക്കരുത്. എന്റെ മോളോട് മര്യാദയ്ക്ക് പെരുമാറിക്കണം. അവള് നിൽക്കുന്നതേ നിന്നെക്കാട്ടിലും ഒരുപാട് ഉയരത്തിലാ, ഒരുപാട് ഉയരത്തിൽ. മനസ്സിലായോ?